ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു മോഡ്യൂളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് മോഡ്യൂൾ നമ്പർ 3 ആണ്. സോ മോഡ്യൂൾ നമ്പർ 3 ഈസ് മെർച്ചൻറ്റ് ബാങ്കിങ്. നമ്മൾ മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് കണ്ടു, ഒബ്ജക്റ്റീവ്സ് കണ്ടു, എല്ലാം കണ്ടു. ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ സൗണ്ട്, എൻ്റെ വോയിസിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്ക് സെറ്റിംഗ് അപ്പ് ഓഫ് എ മെർച്ചൻറ്റ് ബാങ്ക്. ഒരു മെർച്ചൻറ്റ് ബാങ്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കുറേയും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുത്തിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഒരു മെർച്ചൻറ്റ് ബാങ്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 3 പ്രൊസീജിയേഴ്സാണ് നമുക്കിതിൽ കാണാനുള്ളത്. Requirements for setting up a merchant bank as per the guidelines of SEBI. Securities Exchange Board of Indiaയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് ഒരു മെർച്ചൻറ്റ് ബാങ്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ്? 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കാണേണ്ടത്. ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ബിസിനസ് യൂണിറ്റ്. ഏത് വ്യക്തിക്കാണോ ഒരു മെർച്ചൻറ്റ് ബാങ്ക് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ആദ്യം തന്നെ ഒരു ബിസിനസ് യൂണിറ്റ് തുടങ്ങണം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ റിക്വയർമെൻറ്റ് ഈസ് ടു ഫോം എ ബിസിനസ് യൂണിറ്റ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫോർമാറ്റ്. ഇറ്റ് മേ ബി എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഇറ്റ് മേ ബി എ പാർട്ണർഷിപ്പ് ഫേം, ഇറ്റ് മേ ബി എൻ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഓർ ഇറ്റ് മേ ബി എ കമ്പനി, ഓർ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 5 രീതികളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബിസിനസ് യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഒരു മെർച്ചൻറ്റ് ബാങ്ക് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ടു ഫോം എ മെർച്ചൻറ്റ് ബാങ്ക്, ദാറ്റ് ഈസ് ടു ഫോം എ ബിസിനസ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? അഡോപ്ഷൻ ഓഫ് എ വയബിൾ ബിസിനസ് പ്ലാൻ. സോ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം തന്നെ ഒരു ബിസിനസ് പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി വയബിൾ. വയബിൾ മീൻസ് ഇറ്റ് ഷുഡ് ബി പ്രോഫിറ്റബിൾ, ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ, ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. ഓക്കെ, സോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ വി ഷുഡ് ഹാവ് എ ബിസിനസ് പ്ലാൻ and the bank has to adopt a viable and practical business plan and submit it to SEBI for approval. So ഏത് ബാങ്കിനാണോ മെർച്ചൻറ്റ് ബാങ്കിങ് ബിസിനസ് തുടങ്ങേണ്ടത് ആ ബാങ്ക് ഒരു വയബിൾ ബിസിനസ് പ്ലാൻ അഡോപ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ വയബിൾ ബിസിനസ് പ്ലാൻ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. സെബിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സെബി ഈ ബിസിനസ് പ്ലാൻ നോക്കിയിട്ട് ഇത് കൊള്ളാവുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് തേർഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുള്ളൂ. ദാറ്റ് ഈസ് രജിസ്ട്രേഷൻ ഓഫ് മെർച്ചൻറ്റ് ബാങ്കർ. സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് മെർച്ചൻറ്റ് ബാങ്കറായിട്ട് രജിസ്റ്റർ ചെയ്യണം. ആദ്യം ഒരു സാധാരണ ബാങ്കായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അവർക്കായിരിക്കും മെർച്ചൻറ്റ് ബാങ്കിങ് ബിസിനസ്സിലേക്ക് കടക്കണമെന്നൊരു ആഗ്രഹം വരുന്നത്. സോ അവരൊരു വയബിൾ ബിസിനസ് പ്ലാൻ കൊണ്ടുവരികയും അത് സെബിയിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സെബിക്ക് തോന്നുകയാണ് ഇതൊരു വയബിൾ ബിസിനസ് പ്ലാൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കറിന് ഇവിടെ ഇനി എന്ത് ചെയ്യാം? രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ മെർച്ചൻറ്റ് ബാങ്ക് ഈസ് ടു രജിസ്റ്റർ ദ ബാങ്ക് വിത്ത് സെബി. സോ ആ ബാങ്കിനെ നമ്മൾ സെബിയുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ദ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി മെയ്ഡ് ടു സെബി. സെബിയിലേക്കാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടത് സെബിയിലേക്കാണ്. സോ ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഒരു മെർച്ചൻറ്റ് ബാങ്ക് തുടങ്ങുന്നത്. ഓക്കെ, ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ഒരു ഫോർമേഷൻ ഓഫ് എ ബിസിനസ് യൂണിറ്റ്. അത് എന്താണ്? ഒരു ബാങ്ക് നമ്മൾ ആദ്യം തുടങ്ങണം. ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെർച്ചൻറ്റ് ബാങ്ക് തുടങ്ങണമെങ്കിൽ ആദ്യം ഒരു ബാങ്കിനെയാണ് ഇവിടെ ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ രീതിയിലായിരിക്കാം, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ രീതിയിലായിരിക്കാം, HUFൻ്റെ രീതിയിലായിരിക്കും, കമ്പനിയുടെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രീതിയിലായിരിക്കും. എന്തായാലും ഒരു ബിസിനസ് യൂണിറ്റ് നമ്മൾ തുടങ്ങി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു വയബിൾ ബിസിനസ് പ്ലാൻ അഡോപ്റ്റ് ചെയ്ത് അത് സെബിയിലേക്ക് സബ്മിറ്റ് ചെയ്തു. മൂന്നാമത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. സോ ഈ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഒരു മെർച്ചൻറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്യുകയും ബിസിനസ് തുടങ്ങുകയും ചെയ്യാം. ഇനി നമുക്ക് കാണാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫ് മെർച്ചൻറ്റ് ബാങ്ക്. അതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ഒരു മെർച്ചൻറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സുകളാണ് ഫോളോ ചെയ്യേണ്ടത്? അതിലൊന്നാമത്തെ, ദ ബാങ്കർ ഹു വാണ്ട്സ് ടു സ്റ്റാർട്ട് എ മെർച്ചൻറ്റ് ബാങ്ക് ഷാൽ മേക്ക് ആൻ അപ്ലിക്കേഷൻ ഫോർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ടു സെബി ഇൻ ഫോം എ. ഫോം എ എന്ന് പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു അപ്ലിക്കേഷൻ ആദ്യം കൊടുക്കണം. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ സെബിയിലേക്ക് കൊടുക്കണം. അത് എന്താണ്? ഏത് ബാങ്കറിനാണോ മെർച്ചൻറ്റ് ബാങ്കിങ് ബിസിനസ് തുടങ്ങുന്നത് ആ ബാങ്കർ
ഒരു അപേക്ഷ ഫോം എയുടെ ഫോർമാറ്റിൽ സെബിയിലേക്ക് അടയ്ക്കുന്നു. അത് ഇനീഷ്യൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷയായിരിക്കും. ആദ്യം തന്നെ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടില്ല, ആദ്യം ഇനീഷ്യൽ രജിസ്ട്രേഷനാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കൊടുത്തു. ദർ ആർ 4 categories of merchant banks and application can be made to get registration in any of the 4 categories. 4 തരം മർച്ചന്റ് ബാങ്കുകളുണ്ട്, 4 categories of merchant bank ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. ഏതൊക്കെയാണ് 4 കാറ്റഗറി? കാറ്റഗറി 1 ബാങ്ക് എലിജിബിൾ ടു ആക്ട് ആസ് ഇഷ്യൂ മാനേജർ, അഡ്വൈസർ, അണ്ടർറൈറ്റർ, കൺസൾട്ടന്റ്, മാനേജർ, പോർട്ട്ഫോളിയോ മാനേജർ. സോ ഒരു മർച്ചന്റ് ബാങ്കിൻ്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ കഴിവുള്ള ബാങ്കിനെയാണ് കാറ്റഗറി 1 മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത്. സോ കാറ്റഗറി 1 പെടുന്ന മർച്ചന്റ് ബാങ്കിന് ഓൾമോസ്റ്റ് ഓൾ ദി ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ പെർഫോം ആസ് എ മർച്ചന്റ് ബാങ്കർ. അവർക്ക് ഇഷ്യൂ മാനേജർ ആവാം, അഡ്വൈസർ ആവാം, അണ്ടർ റൈറ്റർ ആവാം, കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, മാനേജറായിട്ട് വർക്ക് ചെയ്യാം, പോർട്ട്ഫോളിയോ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. കാറ്റഗറി 2ലുള്ള മർച്ചന്റ് ബാങ്കിങ്ങിന് ബാങ്ക് എലിജിബിൾ ടു ആക്ട് ആസ് ആൻ അഡ്വൈസർ, അണ്ടർറൈറ്റർ, കൺസൾട്ടൻറ്റ്, കോ മാനേജർ, നോട്ട് മാനേജർ ആസ് വി ഹാവ് സീൻ ഇൻ കാറ്റഗറി 1 ആൻഡ് പോർട്ട്ഫോളിയോ മാനേജർ. സോ കാറ്റഗറി 1ലുള്ള എല്ലാ ഫംഗ്ഷൻസും കാറ്റഗറി 2ലുള്ള മർച്ചന്റ് ബാങ്കിന് ചെയ്യാൻ പറ്റില്ല. ഇഷ്യൂ മാനേജർ ആവാൻ പറ്റില്ല. അത് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഷ്യൂ മാനേജർ ആവാൻ ഇവിടെ പറ്റില്ല, അതേപോലെ തന്നെ മാനേജർ ആവാനല്ല ഇവിടെ പറ്റുക, കോ മാനേജർ ആവാനാണ് പറ്റുക. ഇനി കാറ്റഗറി 3ലുള്ള മർച്ചന്റ് ബാങ്കിന് എന്തിനുള്ള കഴിവുള്ളത്? ഇറ്റ് ഈസ് എലിജിബിൾ ടു ആക്ട് ആസ് എൻ അഡ്വൈസർ, അണ്ടർറൈറ്റർ ആൻഡ് കൺസൾട്ടൻറ്റ്. സോ അഡ്വൈസർ ആവാനും അണ്ടർറൈറ്റർ ആവാനും കൺസൾട്ടൻ്റ് ആവാനുള്ള യോഗ്യതയെ കാറ്റഗറി 3 മർച്ചന്റ് ബാങ്കിനുള്ളൂ. ഓക്കെ. ആൻഡ് കാറ്റഗറി 4ലുള്ള മർച്ചന്റ് ബാങ്കിന് ബാങ്ക് എലിജിബിൾ ഓൺലി ടു ആക്ട് ആസ് അഡ്വൈസർ ആൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ കാറ്റഗറി 4ലുള്ള ബാങ്കിന് കുറച്ച് അധികാരങ്ങളേ ഉള്ളൂ, കുറച്ച് ഫങ്ഷൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അവർക്ക് അഡ്വൈസർ ആവാനും കൺസൾട്ടൻ്റ് ആവാനും മാത്രമേ കഴിയുള്ളൂ. സോ ഈ 4 കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ കാറ്റഗറി 1ൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അതേസമയത്ത് കാറ്റഗറി 2ൽ അത്ര തന്നെ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല മർച്ചന്റ് ബാങ്കിന്, പക്ഷേ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറച്ച് നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ വളരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ കാറ്റഗറി 4 രജിസ്ട്രേഷൻ. അതിനുള്ള മർച്ചന്റ് ബാങ്കിന് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറച്ചേ വേണ്ടൂ. ഓക്കെ. സോ ഇങ്ങനെയാണ് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഗ്രാൻഡ് ഓഫ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ ബൈ സെബി. അപ്പോൾ അപേക്ഷ കിട്ടിയ ഉടനെ ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ സെബി മർച്ചന്റ് ബാങ്കറിന് കൊടുക്കും. ഇഫ് സെബി തിങ്സ് ദാറ്റ് ഓൾ ദ റിക്വയർമെന്റ്സ് ഫോർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലൈഡ് ബൈ ദ അപ്ലിക്കൻറ്റ്, സെബി മേ ഇഷ്യൂ ഇനീഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടു ദ അപ്ലിക്കൻറ്റ്. സോ ഇനീഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു സെബിക്ക് തോന്നുകയാണ് എല്ലാ റിക്വയർമെൻറ്റ്സും ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സെബി ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലിക്കേഷൻ ഫോർ പെർമനന്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇനീഷ്യൽ രജിസ്ട്രേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബാങ്കർ എന്ത് ചെയ്യാണ്? പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കണം. ദ അപ്ലിക്കൻറ്റ് ഹു റിസീവ്സ് ദ ഇനീഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദ രജിസ്ട്രേഷൻ ഷാൽ മേക്ക് ആൻ അപ്ലിക്കേഷൻ ഫോർ പെർമനന്റ് രജിസ്ട്രേഷൻ 3 months before the expiry of period of initial registration certificate. ഇനീഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി തീരുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പെങ്കിലും എന്തിനെ അപേക്ഷിക്കണം? പെർമനന്റ് രജിസ്ട്രേഷനുള്ള അപേക്ഷ കൊടുക്കണം. ഓക്കെ. എന്നാലേ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഇനി ഫർണിഷിംഗ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ ആൻഡ് പേഴ്സണൽ റെപ്രസെൻറ്റേഷൻ ഇഫ് നെസസറി. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സെബിക്ക് തോന്നുകയാണ് കുറേ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ ഈ ബാങ്കറിനെ കുറിച്ച് എനിക്ക് അറിയണം, അല്ലെങ്കിൽ സെബിക്ക് തോന്നുകയാണ് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സെബി പേഴ്സണലി വിളിപ്പിക്കും ബാങ്കറിനെ, ഇത് മെർച്ചന്റ് ബാങ്കിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബാങ്കറിനെ പേഴ്സണലി വിളിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കും. ഇഫ് സെബി തിങ്സ് ദാറ്റ് ഇറ്റ് റിക്വയർസ് ഫർദർ ഇൻഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ ആൻഡ് പേഴ്സണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ അപ്ലിക്കൻറ്റ്, then the applicant has to personally appear before SEBI and give further information and clarification. ഓക്കെ. അതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഗ്രാൻഡ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പിൽ പേഴ്സണലി വിളിച്ചിട്ട് സെബിയുടെ മുമ്പിൽ വന്ന് അയാൾ വിശദീകരിച്ച് എല്ലാ ഇൻഫർമേഷൻസും കൊടുത്ത് ബോധ്യമായാൽ
സെബി എന്ത് കൊടുക്കും? പെർമനന്റ് രജിസ്ട്രേഷൻ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ കൊടുക്കും. ആഫ്റ്റർ എൻഷുറിംഗ് ദാറ്റ് ദ ആപ്ലിക്കന്റ് ഹാസ് ഫുൾഫിൽഡ് ഓൾ ദ കണ്ടീഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ദെൻ സെബി മേ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ ടു ദ ആപ്ലിക്കന്റ് ഇൻ ഫോം ബി. ഫോം ബിയിലെ പെർമനന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. നൗ ദ ബാങ്കർ ക്യാൻ സ്റ്റാർട്ട് ദ merchant banking business after making the payment of registration fee prescribed ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് ഇപ്പോൾ ബാങ്കറിന് വേണമെങ്കിൽ എന്ത് തുടങ്ങാം? മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് തുടങ്ങാവുന്നതാണ്. സോ ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ നീങ്ങുന്നത്. റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ. ഏതൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് ഒരു കാലാവധി ഉണ്ടാവും. സാധാരണഗതിയിൽ 3 കൊല്ലത്തേക്കാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിന്യൂവലിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. എവറി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാസ് എ പീരീഡ് ഓഫ് വാലിഡിറ്റി. ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ടാവും. ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ചെയ്തതിന് 3 വർഷങ്ങളിലേക്കായിരിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. 3 months before the expiry of the period of certificate, the merchant banker may, if so desired, apply for renewal of certificate in Form A. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി തീരുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പായിട്ട് മർച്ചന്റ് ബാങ്കർ എന്ത് ചെയ്യണം? അത് പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കേണ്ടതാണ്. മർച്ചന്റ് ബാങ്കറിന് താല്പര്യമുണ്ടെങ്കിൽ അത് പുതുക്കാനുള്ള അപേക്ഷ ഫോം എയിൽ കൊടുക്കേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. SEBI will follow all the requirements for granting renewal certificate as in the case of fresh application. ഫ്രഷ് ആപ്ലിക്കേഷൻ പോലെ തന്നെ റിന്യൂവൽ ആപ്ലിക്കേഷനും കൊടുക്കണമെങ്കിൽ, റിന്യൂവൽ ആപ്ലിക്കേഷനും അംഗീകരിക്കണമെങ്കിൽ എല്ലാ പ്രൊസീജിയേഴ്സും നേരത്തെ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയാണ് സെബി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടു, രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ കണ്ടു. ആ പ്രൊസീജിയർ വീണ്ടും സെബി ഫോളോ ചെയ്യും. ആവശ്യമെങ്കിൽ അവരെ പേഴ്സണലി വിളിപ്പിക്കും, സംശയങ്ങൾ ചോദിക്കും, അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കും. എന്നിട്ട് on being satisfied with the requirements, SEBI may issue renewal certificate in Form B. Form B ile renewal certificate കൊടുക്കും. Renewal certificate is also valid for a period of 3 years from the date of its issue. Renewal certificate എത്ര കൊല്ലത്തേക്ക് കാലാവധി ഉണ്ട്? 3 കൊല്ലത്തേക്ക് കാലാവധി ഉണ്ട്. ആ കാലാവധി തീരുന്നതിന് 3 മാസത്തിനുള്ളിലായിട്ട് വീണ്ടും റിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത അപേക്ഷ കൊടുക്കേണ്ടതാണ് മർച്ചന്റ് ബാങ്കർ. സോ ദിസ് ഈസ് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. പേയ്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീ നമ്മൾ കണ്ടു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഓൺ ഗെറ്റിംഗ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ദ അപ്ലിക്കന്റ് ഷാൽ പേ ദ രജിസ്ട്രേഷൻ ഫീ ആസ് പ്രിസ്ക്രൈബ്ഡ് വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതുണ്ട്. അത് എത്രയാണ് പറയുന്നതെന്ന് വെച്ചാൽ അത്ര രൂപയും രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കണം. അതും അവർ പറയുന്ന സമയത്തിനുള്ളിൽ അടച്ചിരിക്കണം. The merchant banker shall also pay the annual fees as prescribed in schedule number 2. ഷെഡ്യൂൾ 2 പറയുന്ന മാതിരി ആനുവൽ ഫീ എത്രയാണോ അത് മർച്ചന്റ് ബാങ്കർ അടയ്ക്കേണ്ടതുണ്ട്. ഇഫ് മർച്ചന്റ് ബാങ്കർ ഫെയിൽസ് ടു പേ ആനുവൽ ഫീസ് പേ ചെയ്യാൻ പരാജയപ്പെട്ടാൽ സെബി മേ സസ്പെൻഡ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ മർച്ചന്റ് ബാങ്കർ. മർച്ചന്റ് ബാങ്കറിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യും. During the suspension period, the merchant banker is not eligible to perform the merchant banking activities. Merchant banking activities ചെയ്യാനുള്ള എന്താണ് അധികാരം നഷ്ടപ്പെട്ടിരിക്കും. എപ്പോൾ സസ്പെൻഷൻ പീരീഡിൽ. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ ശരിയാക്കി കേട്ടോ. ഓക്കെ, സോ ഡ്യൂറിങ് ദ സസ്പെൻഷൻ പീരീഡ് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ആനുവൽ ഫീ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യും. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന പീരീഡിൽ മർച്ചന്റ് ബാങ്കറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ്, മർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയില്ല. സോ ദാറ്റ് ഈസ് പേയ്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീസ്. റിഫ്യൂസൽ ടു ഗീവ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ചിലപ്പോൾ സെബിക്ക് തോന്നാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള യോഗ്യത കൊടുക്കാൻ മാത്രം ഇവർക്ക് മർച്ചന്റ് ബാങ്കറിന് യോഗ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല. ഓക്കെ, if SEBI thinks that the applicant is not eligible for certificate of registration or renewal certificate, it may refuse to issue the same. It rejects the application. നോക്കൂ, അപ്ലിക്കേഷൻ കിട്ടിയിട്ട് സെബി ഒരു അന്വേഷണം നടത്തുമ്പോൾ സെബിക്ക് തോന്നണം ഈ മർച്ചന്റ് ബാങ്കറിന് യോഗ്യതയില്ല, ഒരു മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് തുടങ്ങാനുള്ള യോഗ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യില്ല. ഇറ്റ് മേ റിഫ്യൂസ് ടു ഇഷ്യൂ ദ സെയിം. ഇറ്റ് റിജക്ട്സ് ദ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഓക്കെ, the refusal to grant registration shall be communicated to the applicant within 30 days of such refusal. സെബി റെഫ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുക, ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റെഫ്യൂസ് ചെയ്ത വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്ലിക്കൻറ്റിന് ആപ്ലിക്കേഷൻ നൽകിയ ആളാണോ അയാൾക്ക് 30 ദിവസത്തിനുള്ളിൽ, റെഫ്യൂസൽ ചെയ്തതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ
ആ എന്താണ് റെഫ്യൂസ് ചെയ്തു എന്നുള്ള വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബാധ്യത സെബിക്കുണ്ട്. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ വിത്തിൻ 30 days ഓഫ് റിസീപ്റ്റ് ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ ബൈ ദ അപ്ലിക്കൻ ക്യാൻ മേക്ക് ഫർദർ അപ്ലിക്കേഷൻ ടു ദ സെബി ഫോർ റീകൺസിഡറിങ് ഇറ്റ്സ് ഡിസിഷൻ. റെഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ റീകൺസിഡർ ചെയ്യാനുള്ള ഒരു അപേക്ഷ വേണമെങ്കിൽ അപ്ലിക്കന്റിന് കൊടുക്കാവുന്നതാണ്. അതെപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? റെഫ്യൂസ് ചെയ്തു എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ കിട്ടിയതിന് 30 ദിവസങ്ങൾക്കകം അപ്ലിക്കന്റിന് വീണ്ടും ഒരു ഫർദർ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും സെബിക്ക്. എന്തിനുള്ളത്? ഈ ഡിസിഷൻ, റെഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ റീകൺസിഡർ ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ സെബിക്ക് കൊടുക്കാവുന്നതാണ്. അപ്ലിക്കന്റിന് സെബിയിലേക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, SEBI may reconsider its decision and make further investigation and take appropriate decision. SEBI അപ്പോൾ എന്ത് ചെയ്യും? റെഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തും. എന്നിട്ട് ഇപ്പോഴും തോന്നാണ് അവർക്ക് യോഗ്യത ഇല്ല തോന്നുകയാണെങ്കിൽ വീണ്ടും റെഫ്യൂസ് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അല്ല, അവർക്ക് സെബിക്ക് യെസ് ഇവരിപ്പോൾ ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ അപേക്ഷ സ്വീകരിച്ചിട്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് മെർച്ചന്റ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നന്നായി പഠിക്കുക. ഞാനൊരു ക്യൂസ് അസൈൻമെൻറ്റ് തരാം, അത് ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.